afternoon. Good afternoon. Good afternoon, ma'am. Okay. ഇന്നലെ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, വായിച്ചല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. എന്തായിരുന്നു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാല്? പേഷ്യന്റിന്റെ സംതൃപ്തിയാണ് അല്ലെ നമ്മള് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. പേഷ്യന്റിന്റെ സംതൃപ്തിയെ കുറിച്ച്, ഒബ്ജക്റ്റീവ്സ്, അതുപോലെ എങ്ങനെ മെഷർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മള് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിങ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ ഇന്നലെ എന്തൊക്കെയാ പറഞ്ഞത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന കൺസെപ്റ്റ് നിലവിൽ വന്നത് എന്നാണ്? നിലവിൽ വന്നത് 1960-ലാണ്. ഓക്കെ. ഇനി 1970-കളുടെ അവസാനത്തിലും 80-കളുടെ ആദ്യ കാലഘട്ടത്തും ആയിരുന്നു ഇതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ആരംഭിച്ചത്. അതുപോലെ തന്നെ ആദ്യകാലത്ത് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിനുശേഷം ഹോസ്പിറ്റലൊക്കെ എന്തായിട്ട് കൂടുതൽ പേഷ്യന്റ് സെന്റേർഡ് ആയിട്ട് വന്നു. അപ്പോ അതിനായിട്ട് മാറി പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ക്വാളിറ്റി ഓഫ് ലൈഫിലേക്ക് വന്നു. പിന്നെ പറഞ്ഞത് 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ ഉൾക്കൊള്ളുന്ന 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? റിക്വയർമെന്റ്സ്, പേഷ്യന്റിന്റെ ആവശ്യങ്ങള്, അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ്, എക്സ്പെക്ടേഷൻസ്. ഇതാണ് 3 കാര്യങ്ങളായിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൽ നിന്ന് ലഭിക്കുന്ന ഹെൽത്ത് കെയറില് അവര് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് മെഷർ ചെയ്യുന്നതിനെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ വരുന്ന രോഗികൾക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ വഴി അവര് തന്നെ സ്വയം വിലയിരുത്തുന്നതാണ് എന്ത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഇനി ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യും അല്ലെ? കണ്ടക്ട് ചെയ്യുന്നതിലൂടെ എന്താണ് അവർ കൊടുക്കുന്ന സർവീസ്, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സർവീസിൽ അവര് എന്താ സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കെയറുകൾ കൊടുക്കുന്ന സർവീസിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ സർവേയിലൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? ഒരു ഹോസ്പിറ്റലിലെ ഓവറോൾ ആയിട്ടുള്ള ക്വാളിറ്റി അളക്കുന്നതിനുള്ള അളവുകോലാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ സർവേയുടെ കാര്യം മിസ് പറഞ്ഞില്ലേ? ഓക്കെയാണ്. പിന്നെന്താണ്? വാല്യബിൾ ടൂള്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നതിനുള്ള വാല്യബിൾ ടൂൾ ആണ് എന്ത്? എന്താണ് വാല്യബിൾ ടൂള്? വാല്യബിൾ ടൂൾ എന്താണ്? എന്തിനാ പറയുന്നത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ പഠിച്ചത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ഭാഗം നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിക്കോളൂ കേട്ടോ. Patient satisfaction survey are a vital way to scale how your patients feel about their experience with your practice. എന്താ പറയുന്നത്? ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ അവിടെ വരുന്ന ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് എന്താണ് അവര് എത്രത്തോളം സംതൃപ്തരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ പേഷ്യൻസ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്ന് നോക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെന്താണ്?
Satisfied patients are more probable to recommend your practice to others, and they are also less probable to file complaints. എന്താ പറയുന്നത്? നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പലരും പല രീതിയിൽ ഹോസ്പിറ്റലിൽ പോവാറില്ലേ? പല രോഗങ്ങളാല് നമ്മളിപ്പോ ചുമ വന്നാലും പനി വന്നാലും ജലദോഷം വന്നാലും കാൽവേദന വന്നാലും ഒക്കെ ഇവിടെ പോകുന്നത് ഹോസ്പിറ്റലിൽ പോകുമ്പോ അല്ലെ? ഇപ്പൊ ചുമയ്ക്ക് ഒരു ഹോസ്പിറ്റല്, അല്ലെങ്കിൽ പനി വന്നാല് വേറൊരു ഹോസ്പിറ്റല്, അങ്ങനെയാണോ നമ്മൾ പോവാറ്? എങ്ങനെയാ പോവാറ് നമ്മള്? അല്ലല്ലേ? എന്താണ്? ഇപ്പൊ പനി വന്നാലും ചുമ വന്നാലും നമ്മൾ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് പോവാറ്. എന്താ കാരണം സെയിം ഹോസ്പിറ്റലിൽ പോവാനായിട്ട്? എന്താ കാരണം? എല്ലാ സർവീസും അവിടെ ഉണ്ട്. പിന്നെ എന്താണ്? അനുഭവം വെച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ പോവാറുണ്ട്. പിന്നെന്താണ്? ചാപ്റ്ററിന്റെ നെയിം ഒന്ന് പറഞ്ഞു കൊടുക്കോ? ഏതാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ? ഓക്കെ. പിന്നെ മറ്റെന്തൊക്കെ കാരണങ്ങളാലാവാം നമ്മൾ പോകുന്നത് ഹോസ്പിറ്റൽ? സെയിം ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കുന്നത് എന്തുകൊണ്ടാവാം? എക്സ്പീരിയൻസ് വെച്ചിട്ടാവാം. അവര് നല്ല സർവീസ് തരുന്നുണ്ട് അല്ലെ? അതുപോലെ നല്ല ക്വാളിറ്റി ഓഫ് കെയർ ആണ് തരുന്നത്. അതുപോലെ തന്നെ എന്താണ്? ചിലപ്പോ ഫീസ് ഇളവ് തരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്? ഇപ്പൊ നമ്മൾ കാണിക്കുന്ന ഡോക്ടർ, നമ്മൾ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ കാണിക്കുന്ന ഡോക്ടർ ആണെങ്കിൽ എന്താണ്? നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും, നമുക്ക് എന്തൊക്കെ രോഗങ്ങളാണ് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ഡോക്ടർക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കാണിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ സ്ഥിരമായിട്ട് പോകാറ്. അങ്ങനെ ഹിസ്റ്ററി ഉണ്ടാവും. ഓക്കെ. അപ്പൊ അങ്ങനെ പോകുമ്പോ എന്താണ്? നമ്മൾ അപ്പൊ സെയിം ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ കാണിക്കുന്ന സ്ഥിരമായിട്ടുള്ള ഹോസ്പിറ്റലിൽ തന്നെ പോകുന്നത് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാവാം. അപ്പൊ നല്ല ഗുണനിലവാരത്തോടു കൂടി നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സർവീസ് ആണ് ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മറ്റുള്ളവരെ നമ്മൾ പറഞ്ഞ് അറിയിക്കാറില്ലേ? എന്താണ്? ചിലപ്പോൾ വീട്ടിൽ വരുന്ന റിലേറ്റീവ്സിനോടാവാം, അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിലുള്ള ആൾക്കാരോടാവാം, അതുപോലെ തന്നെ എന്താണ്? അയൽക്കാരോടാവാം, അല്ലെങ്കിൽ എന്താണ്? അങ്ങനെയുള്ള ഫ്രണ്ട്സിനോടാവാം അല്ലെ? സജസ്റ്റ് ചെയ്യാറുണ്ട് നമ്മള്. ഇന്ന ഹോസ്പിറ്റലാണ്, നല്ല സർവീസ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഫീസ് അളവുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും അല്ലെ? ഇപ്പൊ എന്താണ്? അപ്പൊ മറ്റുള്ളവരും ആ ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് ഒരു പ്രേരക വസ്തുക്കളാകുന്നുണ്ട്, അല്ലെങ്കിൽ പ്രേരിപ്പിക്കുകയാണ് മറ്റുള്ളവരെയും ആ ഹോസ്പിറ്റലിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അതാണ് അവിടെ പറയുന്നത്. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ മോർ പ്രോബബിൾ ടു റെക്കമെൻഡ് യുവർ പ്രാക്ടീസ് ടു അതേഴ്സ്. ഓക്കെ. ആൻഡ് ദേ ആർ ഓൾസോ ലെസ് പ്രോബബിൾ ടു ഫയൽ കംപ്ലൈന്റ്സ്. ഇങ്ങനെ നല്ല രീതിയിൽ നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സർവീസ് ഓരോ ഹോസ്പിറ്റലും പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ കംപ്ലൈന്റ്സ് എന്തായിരിക്കും? കംപ്ലൈന്റ്സ് ഉണ്ടാവോ? ഇല്ല, കുറവായിരിക്കും അല്ലെ? രോഗികളിൽ നിന്ന് വരുന്ന കംപ്ലൈന്റ്സ് ലെസ് ആയിരിക്കും, റിഡക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കി. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് കൺസിഡേർഡ് ആസ് വൺ of the most important parameters of quality. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്വാളിറ്റിയുടെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാരാമീറ്റേഴ്സ് അല്ലെ? പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഘടകം. ഓക്കെ, ഘടകം. ഓക്കെ, ക്വാളിറ്റിയുടെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാരാമീറ്റർ ആണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ കണക്കാക്കുന്നത് എന്താണ്? ക്വാളിറ്റിയുടെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാരാമീറ്റർ ആയാണ്, മുഖ്യ ഘടകമായിട്ടാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ കണക്കാക്കുന്നത്. ഓക്കെ. ഇനി എന്താണ്? The measurement of patient satisfaction is an important tool for research, administration and planning. അത് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളൂ കേട്ടോ, മാർക്ക് ചെയ്ത് വെക്കാം.
The measurement of patient satisfaction is an important tool for research, administration and planning. എന്താണ് patient satisfaction എന്നത് ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൂൾ ആണ് അല്ലെ. നമുക്കറിയാം ഈ എന്താണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് നടത്തുമ്പോൾ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ അല്ലെ. അഡ്മിനിസ്ട്രേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ടതായിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും റൈറ്റപ്പ് ചെയ്യുന്നത് ആരാണ്, അഡ്മിനിസ്ട്രേഷൻ ഏരിയയാണ്, കാര്യനിർവഹണ വിഭാഗമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ പോളിസീസും പ്രൊസീജിയേഴ്സും ഉണ്ടാക്കുന്നത് അവരാണ്. അതുപോലെ തന്നെ എന്താണ് പ്ലാനിങ് അല്ലെ, ആസൂത്രണം ചെയ്യാനായിട്ട്. ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ പുതിയ രീതിയിൽ ഒരു സർവീസ് വരികയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്താവശ്യമാണ് അവിടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നോക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. റിസർച്ചുമായിട്ട് ഗവേഷണം നടത്താനായിട്ടും അതുപോലെ കാര്യനിർവഹണ വിഭാഗം അല്ലെ, അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളായാലും അതുപോലെ തന്നെ പുതിയ പുതിയ എന്തെങ്കിലും സർവീസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആസൂത്രണം നടത്തണമെങ്കിലും എന്താണ് ഇതിന്റെ ഫീഡ്ബാക്ക് അല്ലെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചിട്ടാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ക്ലിയർ ആണോ? അതുകൊണ്ട് തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാല് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൂൾ ആണെന്ന് പറയുന്നത്. ക്ലിയർ ആയോ? രണ്ട് പാരഗ്രാഫുകളും വായിച്ചു നോക്കിയേ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഇന്ന് മിസ് 3 മണി വരെ ക്ലാസ് എടുക്കും കേട്ടോ. വർദ്ധന മിസ് ലീവാണ്, മിസ്സായിരിക്കും ക്ലാസ് എടുക്കുന്നത് കേട്ടോ. 3 മണി വരെ ഉണ്ടാവും. പാരഗ്രാഫ് 2 1 ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. വായിച്ചു കഴിഞ്ഞോ 2 പാരഗ്രാഫും? ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. തന്നെ 5 പോയിന്റ് ആക്കിയാണ് എനിക്ക് പഠിക്കാനുള്ളത് കേട്ടോ. വായിക്കാം, നോക്കിക്കോളൂ. ഫസ്റ്റ് പോയിന്റ് ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ. ക്ലയന്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ആരാണ് ക്ലയന്റ് എന്ന് പറഞ്ഞാല്? പേഷ്യന്റ് ആണ്. ഓക്കെ, അപ്പൊ പേഷ്യന്റിനെ ക്ലയന്റ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് കസ്റ്റമർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. കസ്റ്റമർ എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ക്ലയന്റ് എന്ന് പറഞ്ഞാലും പേഷ്യന്റ് തന്നെയാണ്. നോക്കിക്കോളൂ, ഫസ്റ്റ് പോയിന്റ് ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ decisive index for ascertaining the quality services and the way in which they are given by medical staff. എന്താ പറയുന്നത്? മെഡിക്കൽ സ്റ്റാഫ് അവർക്ക് കൊടുക്കുന്ന പരിചരണത്തിന്റെയും സേവനങ്ങളുടെയും ക്വാളിറ്റി തീരുമാനിക്കുന്നതിൽ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. എന്താ പറഞ്ഞത്?
മെഡിക്കൽ സ്റ്റാഫുകള് അവർക്ക് കൊടുക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണത്തിന്റെയും സേവനത്തിന്റെയും ക്വാളിറ്റി തീരുമാനിക്കുന്നതിൽ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണെന്നാ പറയുന്നത് അല്ലെ. നമുക്കറിയാം ഡിസിസീവ് എന്ന് പറഞ്ഞാല് നിർണയിക്കുന്നതാണ് കേട്ടോ. ഡിസിസീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാല് നിർണയിക്കുന്ന. ഓക്കെ, അപ്പോ ഈ മെഡിക്കൽ സ്റ്റാഫുകൾ നമുക്കറിയാലോ നഴ്സുമാരാവാം അല്ലെ, നഴ്സുമാരാവാം അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകളാവാം. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാഫുകള് എന്താണ് നല്ല രീതിയിൽ നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള സർവീസ് ആണ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്തതെങ്കിൽ എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ലേ, അവൻ സംതൃപ്തനാണെന്ന് പറയാൻ പറ്റില്ലേ നമുക്ക്. ഓക്കെ, എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? അവർ ആ മെഡിക്കൽ സ്റ്റാഫുകൾ കൊടുക്കുന്ന പരിചരണത്തിന്റെയും സേവനങ്ങളുടെയും ക്വാളിറ്റി തീരുമാനിക്കുന്നത് ആരാണ്? പേഷ്യന്റ് ആണ്. അവര് കൊടുക്കുന്ന ക്വാളിറ്റിയില് ഇനി ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് അവർ കെയർ ചെയ്യുന്നത് എന്ന് പേഷ്യന്റ് പറയുന്നുണ്ട്. ഓക്കെ, പേഷ്യന്റ് ആണ് അത് തീരുമാനിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി എന്താണ്? സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ physicians, nurse, equipment, housekeeping, billing, and food services are the main determinants of overall satisfaction in hospitalized patients. ഇനി എന്താണ് ഇവിടെ പറയുന്നത്? ഇങ്ങനെ സാറ്റിസ്ഫാക്ഷൻ എന്താണ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് ആരൊക്കെ ആവാം? ഫിസിഷ്യൻ ആവാം അല്ലെ. ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഡോക്ടർ ആണ്, നേഴ്സ് ഉണ്ട്, അതുപോലെ ഞാൻ പറഞ്ഞല്ലേ നമ്മള് പഠിച്ചു മെഡിക്കൽ ആയിട്ടുള്ളതും നോൺ മെഡിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റുമാണ് എന്തില് വരുന്നത്, ഉൾക്കൊള്ളുന്നത്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ ഉൾക്കൊള്ളുന്നത് അല്ലെ. അല്ലാതെ മെഡിക്കൽ പരമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ല, ഹോസ്പിറ്റലിന്റെ ഓവറോൾ ആയിട്ടുള്ള എല്ലാ ആസ്പെക്റ്റുകളും അടങ്ങിയതാണ് ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? നേഴ്സുമാരുണ്ടാവും, ഡോക്ടർമാരുണ്ടാവും, അതുപോലെ എക്യുപ്മെന്റ്സ്, ഹൗസ് കീപ്പിംഗ്, അതുപോലെ എന്താണ് ബില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ ഫുഡ് സർവീസസുകൾ, ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇല്ലേ, അതാണ് ഫുഡ് സർവീസസിൽ വരുന്നത്. അപ്പൊ അങ്ങനെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൂടി അടങ്ങിയതാണ് ഇത് ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഓവറോൾ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലേ? ഓക്കെ ആണോ? ബ്രാൻഡ് സാറ്റിസ്ഫാക്ഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂട്ടോ. വായിച്ചു കഴിഞ്ഞോ? ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ആണോ? ഇനി നെക്സ്റ്റ് പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കോളൂ. The patient satisfaction is of prominent
importance in ensuring better quality of the way to total quality management since the patient കണ്ടോ ഇവിടെ പറയുന്നത് കണ്ടല്ലേ പേഷ്യന്റിനെ കസ്റ്റമർ എന്നും കൂടി പറയുന്നുണ്ട്. Patient is the one who decides the quality, who receives the goods or services, who persuades the other to accept it, who decides your market strategies, who provide correct feedback on the performance of the hospital and make the success the program of total quality management. എന്താ പറയുന്നത്? സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്? മികച്ചൊരു ഗുണനിലവാരമുള്ള അല്ലെങ്കിൽ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് രോഗിയുടെ സംതൃപ്തി എന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. എന്താ പറഞ്ഞത്? മികച്ചൊരു ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് രോഗിയുടെ സംതൃപ്തി അല്ലെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. പ്രീഡോമിനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രധാനമായി പ്രീഡോമിനന്റ് പ്രധാനമായി. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത്? മികച്ചൊരു ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ രോഗിയുടെ സംതൃപ്തി എന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലില് ഒരു ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് റോൾ ഉള്ളത് ആർക്കായിരിക്കാം? ഹോസ്പിറ്റലില് ഇമ്പോർട്ടന്റ് റോൾ ഉള്ളത് ആർക്കായിരിക്കാം? പേഷ്യന്റിന് അല്ലെ? പേഷ്യന്റ് ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഉണ്ടാവോ? ഇല്ല. അവിടെ വരുന്ന പേഷ്യന്റിന്റെ സംതൃപ്തി അല്ലെങ്കിൽ പേഷ്യന്റ് ആണ് അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നത്. ഓക്കെ, പിന്നെ അതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി ഉറപ്പാക്കുന്നതില് പേഷ്യന്റിന്റെ സംതൃപ്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. എന്താ പറഞ്ഞത്? അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്നത് പേഷ്യന്റാണ്. അതുകൊണ്ട് തന്നെ ആ പേഷ്യന്റിന്റെ ക്വാളിറ്റി ഉറപ്പാക്കുന്നതില് ആ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി ഉറപ്പാക്കുന്നതില് പേഷ്യന്റിന്റെ സംതൃപ്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഹോസ്പിറ്റലുകാര് രോഗികൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഗുണനിലവാരത്തോടു കൂടി കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നല്ല ക്വാളിറ്റി ഉള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ അവിടെ നല്ല രീതിയിലുള്ള who receives the goods and services പ്രൊവൈഡ് ചെയ്യുക. ഇവിടെ ഗുഡ്സ് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കാം? ഗുഡ്സ് എന്തായിരിക്കാം? പേഷ്യൻസിന് കൊടുക്കുന്ന ഗുഡ്സ് എന്തായിരിക്കാം? ഗുഡ്സ് എന്തായിരിക്കാം? മെഡിസിൻ ആയിരിക്കാം അല്ലെ? മെഡിസിൻസ് ആണ് ഇവിടെ ഗുഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിലുള്ള മെഡിസിൻസ് കൊടുക്കാം, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാം. അതുപോലെ തന്നെ എന്താണ്? പെർസ്വേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക അല്ലെ? പറഞ്ഞു കഴിഞ്ഞ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞതാണ് എന്ത്? നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള ക്വാളിറ്റി ഓഫ് കെയർ ആണ് ഹോസ്പിറ്റലുകാര് കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നല്ല ഫെസിലിറ്റീസ് നല്ല സർവീസ് ഫീളൊക്കെ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ വരുന്ന പേഷ്യന്റ് മറ്റുള്ളവരോട് പോയിട്ട് പറയും അല്ലെ? നല്ല രീതിയിലാണ് അവിടെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ എന്താണ് ഫീളവുണ്ട് എന്നൊക്കെ മറ്റുള്ള ഫ്രണ്ട്സിനോടാവാം അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടാവാം അല്ലെങ്കിൽ എന്താണ് അയൽക്കാരോടാവാം അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങള് ഇവിടെ വരുന്ന പേഷ്യൻസ്, നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് അതേഴ്സിനോട് പോയി പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരാനായിട്ട് ഈ എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ് അല്ലെ? മാർക്കറ്റിംഗ് തന്ത്രങ്ങളാവാം ഹോസ്പിറ്റലിന്റെ എന്തെന്ന് പറയുന്നത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ എന്താണ്? രോഗികൾ ഹോസ്പിറ്റലിലോട്ട് വരുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു മാർക്കറ്റിംഗ് തന്ത്രങ്ങളാവാം. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാല് തന്ത്രങ്ങളാവാം. പിന്നെന്താണ്?
നമുക്ക് കറക്റ്റ് ഫീഡ്ബാക്ക് എന്തിലൂടെയാണ് കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടുന്നത്? എന്തിലൂടെയാണ് ഫീഡ്ബാക്ക് കിട്ടുക? സർവേയിലൂടെ അല്ലെ? എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമ്മൾ കണ്ടക്ട് ചെയ്യില്ലേ ഹോസ്പിറ്റലുകാര്? അതിലൂടെയാണ് പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നത്. ആ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റേണ്ടതായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ക്വാളിറ്റിയോടെയാണ് എല്ലാ പേഷ്യൻസിനും സർവീസ് കൊടുക്കുന്നതെങ്കിൽ അതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ സർവേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, അങ്ങനെ എല്ലാ രീതിയിലും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് സക്സസ് ആയിട്ട് പോകാനായിട്ട് ഹോസ്പിറ്റലുകാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? സെക്കൻഡ് ആ പോയിന്റ് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കി. ഓരോ സെന്റൻസിലും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഈ ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞിട്ട് ഇസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞത്. ഓക്കെ ആണോ? Okay. In the third point, patient satisfaction are a sign of how the patient has recognized the other qualitative aspect of care and can be used as a substitute measure of those aspects. എന്താ പറയുന്നത്? പരിചരണത്തിന്റെ മറ്റു വശങ്ങൾ രോഗി എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നതിന്റെ തെളിവാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. പരിചരണത്തിന്റെ മറ്റു വശങ്ങള് രോഗി എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നതിന്റെ തെളിവാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടില്ലേ എന്താണ് മെഡിക്കൽ ആയിട്ടും നോൺ മെഡിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ ഉണ്ടല്ലേ? ഇവിടെ ആസ്പെക്ട് എന്ന് പറഞ്ഞാല് വശങ്ങൾ എന്നാണ് പറയുന്നത്. ആസ്പെക്ട്സ് മീൻസ് വശങ്ങൾ. അപ്പൊ ഇവിടെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സേഫായിട്ട് രോഗികളെ കെയർ കൊടുക്കാം, പരിചരിക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്താണ് ടൈമിലി അവർക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുക്കാം, അതുപോലെ തന്നെ കാര്യക്ഷമതയോട് കൂടിയിട്ട്, അതുപോലെ തന്നെ എഫക്റ്റീവ്നെസ് എഫിഷ്യന്റ്ലി എന്ത് കെയർ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇതൊക്കെയാണ് എന്ത് ഈ രോഗി പരിചരണത്തിന്റെ
മറ്റു വശങ്ങളായിട്ട് പറയുന്നത്, ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റുകളായിട്ട് പറയുന്നത്. ഏതൊക്കെയാ പറയുന്നത്? എന്താണ്? എഫക്റ്റീവ്നെസ് ഉണ്ട്, എഫിഷ്യൻസി ഉണ്ട്, അതുപോലെ സേഫ് ആയിട്ട് കെയർ കൊടുക്കുക, അതുപോലെ തന്നെ എന്താണ്? ടൈമിലി അവർക്ക് ട്രീറ്റ്മെന്റുകളും കെയറും പ്രൊവൈഡ് ചെയ്യാം. ഇതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ആയിട്ട് പറയുന്നത്. അപ്പൊ പരിചരണത്തിന്റെ മറ്റു വശങ്ങള് രോഗി എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നതിന്റെ തെളിവാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെയാണോ? മറ്റു വശങ്ങളും കൂടിയുണ്ട്. എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്? എന്താണ്? മെഡിക്കൽ ആയിട്ടുള്ളത് മാത്രമല്ല, നോൺ മെഡിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകളും, അതുപോലെ നോൺ മെഡിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ ആണോ? ഇനി ഫോർത്ത് വൺ നോക്കിയേ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് എ റിക്വയർമെന്റ് ഫോർ അറ്റൈനിങ് ദ ഗോൾ ഓഫ് ഹെൽത്ത് കെയർ സിൻസ് ഇറ്റ് influence the patient's decisions to follow prescribed treatments and seek professional health care in the future. എന്താ പറയുന്നത്? ഇപ്പൊ നമ്മളിവിടെ പറയുന്നു എന്താണ്? ഒരു ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും എന്തുണ്ടാവും? അവർക്ക് എന്താ ഉണ്ടാവാം? ഒരു ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ഗോൾ ഉണ്ടാവും അല്ലെ? ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ആ ലക്ഷ്യങ്ങള് അറ്റൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൈവരിക്കുന്നതിനുള്ള രോഗികളുടെ എന്താണ് കൈവരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട രോഗിയുടെ സംതൃപ്തി ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ്. എന്താ പറഞ്ഞത്? ഹോസ്പിറ്റലിലായാലും അതുപോലെ തന്നെ മറ്റു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും എന്തുണ്ടാവും? അവർക്കൊരു ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലെ? ആ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്. ഇപ്പൊ ബിസിനസ് ഓർഗനൈസേഷൻസ് ഒക്കെ ആയാലും ബിസിനസ് ഫേംസ് ഒക്കെ ആയാലും എന്താണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഗോൾ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ആയാലും പ്രോഫിറ്റ് തന്നെയാണ്. പക്ഷെ എന്താണ് ഏറ്റവും മികച്ചതായിട്ട് നിൽക്കുന്നത് ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് മികച്ചതായിട്ട് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഗോള് എന്താണ്? നല്ല നിലവാരത്തോടു കൂടി പബ്ലിക്കിന്റെ ഇടയിൽ നല്ലൊരു സൽപ്പേര് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവരുടെ ഗോള് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്താ അവിടെ അത്യാവശ്യമാണ്? അവിടെ വരുന്ന രോഗികൾക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, രോഗികളുടെ സംതൃപ്തി അത്യാവശ്യമായിട്ടുള്ള ഘടകം തന്നെയാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇനി ഭാവിയിലും രോഗികള് ഈ ഹോസ്പിറ്റലിലോട്ട് കടന്നു വരണമെങ്കിൽ അവിടെ എന്ത് വേണം? നല്ല ക്വാളിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സർവീസ് ആയിരിക്കണം അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള കെയർ കൊടുക്കണം. അതുപോലെ നല്ല ഫെസിലിറ്റീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താലേ ഭാവിയിലും പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരുള്ളൂ. ഇനി എന്താണ്? Patients can evaluate the quality of care they get as they pay attention to all components of care, the science of medicine, the art of care, and the amenities of care. Amenity എന്ന് പറഞ്ഞാൽ എന്താണ്? amenities എന്താ? ക്വാളിറ്റി മാനേജ്മെന്റിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? എമ്യൂണിറ്റീസ് കമ്പോണൻസില് ഓർമ്മയുണ്ടോ? എമ്യൂണിറ്റീസ് ഫെസിലിറ്റി, സൗകര്യങ്ങൾ എന്നാണ് കേട്ടോ എമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ആരോഗ്യ പരിപാലന ലക്ഷ്യങ്ങള്, ആരോഗ്യ സംരക്ഷണത്തിന്റെ ലക്ഷ്യങ്ങള് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് രോഗികളുടെ ആവശ്യങ്ങൾ, അവരുടെ നീഡ്സ് എന്താണ് എന്നുള്ളത് വിലയിരുത്തുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില കമ്പോണൻസ് അവിടെ പറയുന്നുണ്ട് അല്ലെ? ഏതൊക്കെയാണ്? സയൻസ് ഓഫ് ദ മെഡിസിൻ, ആർട്ട് ഓഫ് ദ കെയർ, എബിലിറ്റി ഓഫ് ദ കെയർ. ഈ 3 കാര്യങ്ങളുമാണ് കമ്പോണൻസ് ആയിട്ട് പറയുന്നത്. എന്താ പറഞ്ഞത്? ആരോഗ്യ പരിപാലന ലക്ഷ്യങ്ങള് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് രോഗിയുടെ ആവശ്യങ്ങള്, നീഡ്സ് എന്താണ് എന്നുള്ളത് നമ്മൾ
വിലയിരുത്തണം, ഇവാലുവേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ചില കമ്പോണൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സയൻസ് ഓഫ് മെഡിസിൻ, ആർട്ട് ഓഫ് കെയർ ആൻഡ് എബിലിറ്റി ഓഫ് ദ കെയർ. മനസ്സിലായോ? എന്താണ് നമ്മൾ പറഞ്ഞത് ഈ പോയിന്റില്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ. ഓരോ ഹോസ്പിറ്റൽസിനായാലും ഓരോ ഫേംസിനായാലും ഓരോ ഓർഗനൈസേഷനിലായാലും എന്തുണ്ട്? ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം. പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് എന്ത് വേണം? രോഗികൾ അവിടെ വേണ്ടേ? രോഗികൾ വന്നു പോകണം അല്ലെ. രോഗികൾ വരാൻ വേണ്ടിയിട്ട് എന്താ അവർക്ക് വേണം? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അവർക്ക് അത്യാവശ്യമാണ്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതില് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. അതുപോലെ തന്നെ ഭാവിയില് രോഗികൾ അല്ലെങ്കിൽ പേഷ്യൻസ് അവിടെ വരണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവർ ചെയ്തു കൊടുക്കേണ്ടത്? നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുക, ക്വാളിറ്റി ഓഫ് സർവീസ് കൊടുക്കുക, അതുപോലെ എന്താണ് നല്ല ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും രോഗികൾക്ക് സാറ്റിസ്ഫാക്ഷൻ വരുത്തുന്ന രീതിയിൽ ചെയ്തു കൊടുക്കണം. എന്നാൽ മാത്രമേ അവർ എവിടേക്ക് വരുള്ളൂ? ഹോസ്പിറ്റലിലോട്ട് വരുള്ളൂ. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്? ഇങ്ങനെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ലക്ഷ്യങ്ങള് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ. ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 കമ്പോണൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? സയൻസ് ഓഫ് മെഡിസിൻ ഉണ്ട്, ആർട്ട് ഓഫ് കെയർ ഉണ്ട്, എബിലിറ്റീസ് ഓഫ് കെയർ ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? തേർഡും ഫോർത്തും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ആണ് 5th one. Hospital satisfaction questionnaire asked respondents general questions in connection with reception or administration, hospital cleanliness, signage, hospital food, etc. Patient satisfaction survey is important from the view of improvement and of quality of services and to achieve the maximum satisfaction in the inpatient. പറയുന്നത് നമ്മൾ പഠിച്ചു അല്ലെ. എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നതിൽ നമ്മൾ ഹോസ്പിറ്റലുകാര് എന്താണ് കണ്ടക്ട് ചെയ്യുന്നത്? എന്താ തയ്യാറാക്കുന്നത്?
സർവേ കണ്ടക്ട് ചെയ്യുന്നു. അതിലൂടെ എന്താണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനെയേഴ്സ് തയ്യാറാക്കുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യനെയേഴ്സ് തയ്യാറാക്കുമ്പോൾ ഏത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? റിസപ്ഷൻ തൊട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. റിസപ്ഷൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും അഡ്മിനിസ്ട്രേഷൻ ഏരിയ, അതുപോലെ ഹോസ്പിറ്റൽ ക്ലിനിക്സ്. സൈനേജ് എന്താണ്? സൈനേജ് എന്താണ്? സൈനേജ് സൈനേജ് എന്താ? സൈനേജ് സമ്മതപത്രമാണോ? സൈനേജ് എന്താണ്? സൈൻ ബോർഡുകൾ കണ്ടിട്ടില്ലേ നിങ്ങള് റേഡിയോളജി റൂംസിൽ? അടയാളങ്ങൾ, സൈൻ ബോർഡ്സ് ആണ് കേട്ടോ സൈനേജ് എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം ക്വസ്റ്റ്യനെയേഴ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇനി ക്വസ്റ്റ്യനെയേഴ്സ് തയ്യാറാക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവിടെയുള്ള പേഷ്യൻസിന്റെ ഇൻപേഷ്യൻസ് അല്ലെ? എന്താണ് ഇൻപേഷ്യൻസ്? ഇൻപേഷ്യൻസ് ആരാ? ആരാണ് ഇൻപേഷ്യൻസ്? അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ? അവിടെ കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസ് ആണ് ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള പേഷ്യൻസിനായിട്ട് കൂടുതലായിട്ട് അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കിടന്ന് ചികിത്സിക്കുമ്പോൾ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് ഫീഡ്ബാക്ക് ലഭിക്കുമ്പോൾ ഇവിടെ കൊടുക്കുന്ന സർവീസ് നല്ല രീതിയിലാണ് കൊടുക്കുന്നത്. ഇനി എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഫീഡ്ബാക്കുകളിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ എന്താണ് നല്ല രീതിയിൽ അവിടുത്തെ കസ്റ്റമർ അല്ലെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ കൊടുക്കുന്ന ക്വാളിറ്റിയിൽ ഇംപ്രൂവ് വരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിലൂടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ. മനസ്സിലായോ? ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? ഡൗട്ട് വരുന്നുണ്ടോ? എന്തെങ്കിലും പോയിന്റ്? 5 കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ പഠിച്ചത്. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ നോക്കി. ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഫസ്റ്റ് വൺ ആണ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ബേസിക്കലി പേഷ്യന്റ് സെൻട്രിക്. നമുക്കറിയാം അല്ലെ എന്താണ് ഹോസ്പിറ്റൽസ് എന്താണ് ബേസിക്കലി എന്താണ് പേഷ്യന്റ് സെന്റേർഡ് ആണ്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പഠിച്ച കാര്യമാണ്. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് ബേസിക്കലി ഒരു രോഗി കേന്ദ്രീകൃത. ഇനി എന്താണ് പറയുന്നത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ദി സ്ട്രോങ്സ്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് ഹോസ്പിറ്റൽ ഫങ്ഷനിങ്. ഫങ്ഷനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രവർത്തനങ്ങൾ അല്ലെ? ഹോസ്പിറ്റലിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ. അപ്പോ ഇവിടെ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് എന്താണ്?
ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളുടെ മുഖ്യമായിട്ടുള്ള ഘടകം. ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖ്യ ഘടകമാണ് എന്ത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ultimate goal of the hospital is the contentment of its customer. എന്താ പറയുന്നത്? കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കണ്ടന്റ്മെന്റ് നമ്മൾ മുൻപ് മാർക്കറ്റിംഗ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഈ വേർഡ്. ഓർമ്മയുണ്ടോ? കണ്ടന്റ്മെന്റ് എന്താ മീനിങ്? എന്താണ്? സംതൃപ്തി അല്ലേ? ഓക്കെ, വെരി ഗുഡ്. സംതൃപ്തി, കസ്റ്റമേഴ്സിന്റെ സംതൃപ്തി, അതാണ് കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഹോസ്പിറ്റലിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോളാണ് എന്ത്? പേഷ്യൻസിന്റെ സംതൃപ്തി എന്ന് പറയുന്നത്. ഇനി എന്താണ്? നോട്ട് ഓൺലി ടു സാറ്റിസ്ഫൈ ആൻഡ് കെയർ ഫോർ പേഷ്യൻസ് ആൻഡ് ഫാമിലീസ് ബട്ട് ഓൾസോ പോസിറ്റീവ് ഔട്ട്കംസ് ഫോർ ദ സ്റ്റാഫ്, the community and health organizations. ഇനി എന്താ പറയുന്നത്? ഇപ്പോ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ഉണ്ടാവും, അവരുടെ ഫാമിലീസ്, റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അവിടെ വരുന്ന പേഷ്യൻസിനായാലും അതുപോലെ തന്നെ അവരുടെ ഫാമിലിക്കും മാത്രം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മറ്റാർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. മനസ്സിലായോ? പേഷ്യൻസിനും ഫാമിലിക്കും മാത്രമല്ല, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനായാലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിക്ക് നമ്മൾ ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെന്താണ്? ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ റിലേസ് ഓൺ വർക്കേഴ്സ് മോട്ടിവേഷൻ, ഡെഡിക്കേഷൻ ആൻഡ് ഡ്യൂട്ടി ടുവേർഡ്സ് ദ പേഷ്യൻസ്. എന്താണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാല്? മോട്ടിവേറ്റ് എന്തായിരിക്കും മീനിങ്? പ്രചോദനം. അതുപോലെ തന്നെ ഡെഡിക്കേഷൻ എന്തായിരിക്കാം? ഡെഡിക്കേഷൻ മീനിങ് എന്താ? ഡെഡിക്കേഷൻ അർപ്പണബോധം അല്ലെങ്കിൽ സമർപ്പണം, അർപ്പണബോധം. ഓക്കെ. അപ്പോ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നാല് തൊഴിലാളികളുടെ പ്രചോദനം, അതുപോലെ തന്നെ ഡെഡിക്കേഷൻ അല്ലെ, അർപ്പണബോധം, അതുപോലെ തന്നെ എന്താണ്? ഡ്യൂട്ടി ടുവേർഡ്സ് ദ പേഷ്യൻസ്, രോഗികളോടുള്ള കടമ. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? കടമ. ഇവയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? വർക്കേഴ്സ് മോട്ടിവേഷൻ, ഡെഡിക്കേഷൻ, ഡ്യൂട്ടി ടുവേർഡ്സ് ദ പേഷ്യന്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ വരുന്നത്. ഒബ്ജക്റ്റീവ്സ് പഠിക്കണം കേട്ടോ. എന്തൊക്കെയാ പറഞ്ഞത്? നമ്മള് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ എന്താണ്? ബേസിക് ആയിട്ടുള്ള, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ്? പേഷ്യന്റ് സെൻട്രിക് ആണ് അല്ലെ, രോഗി കേന്ദ്രീകൃതമാണ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നത്. അതുപോലെ തന്നെ എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ സ്ട്രോങ്സ്റ്റ് ഡിറ്റർമിനന്റ്, മുഖ്യ ഘടകമാണ്. എന്ത്? ഒരു ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളുടെ ഒരു മുഖ്യ ഘടകമാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സംതൃപ്തിയാണ്. അതുപോലെ തന്നെ അവിടെ വരുന്ന പേഷ്യൻസിന്റെയും ഫാമിലിക്കും നമ്മള് ഇമ്പോർട്ടൻസ്, അവർക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് നമ്മള് എവർക്കും കൂടി കൊടുക്കണം. ആർക്കും കൂടി കൊടുക്കണം? അവിടെയുള്ള വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനും കമ്മ്യൂണിറ്റിക്കും ഒരുപോലെ കൊടുത്തുകൊള്ളണം. പിന്നെന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? വർക്കേഴ്സ് മോട്ടിവേഷൻ, ഡെഡിക്കേഷൻ ആൻഡ് ഡ്യൂട്ടി ടുവേർഡ്സ് ദ പേഷ്യൻസ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ.
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഡൗട്ട് വരുന്നുണ്ടോ? ഓക്കെ ആണ്. ഇനി നിങ്ങൾ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തോളൂ കേട്ടോ. വെള്ളം കുടിക്കേണ്ടവർക്ക് വെള്ളം കുടിക്കാം. ഓക്കെ, 10 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ.
ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇത്ര പേര് എടുത്തത് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ബ്രേക്ക് കഴിഞ്ഞ് വന്നോ എല്ലാവരും? ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നത്, മെഷർ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. Patient satisfaction is an important scale to measure overall health care quality. ഇതാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഓവറോൾ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ക്വാളിറ്റി അളക്കുന്നതിനുള്ള അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നതിനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാർഗം എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്, അല്ലെ? ഒരു ഹോസ്പിറ്റലിലെ നല്ല ഗുണനിലവാരത്തോടു കൂടി പ്രവർത്തിക്കുന്നത് എന്ന് അങ്ങനെ പറയണമെങ്കിൽ എന്താണ് അവിടെ എന്തുണ്ടായിരിക്കണം? നല്ല രീതിയിലുള്ള പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അല്ലെ? ഹൈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കണം ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ മാത്രമാണ് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലാണെന്ന് എല്ലാവരും പറയുള്ളൂ, അല്ലെ? ഓക്കെ, അതാണ് നമ്മുടെ പറയുന്നത്. എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ ഓവറോൾ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ക്വാളിറ്റി അളക്കുന്നതിനുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ക്ലിയർ ആയില്ലേ? With the help of patient satisfaction survey, continuous measuring of patient satisfaction and improving patient experience can be achieved. It is an invaluable എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ അത് വാല്യബിൾ എന്നാക്കാം. ഇനി വെട്ടിക്കളഞ്ഞിട്ടാ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിക്കളഞ്ഞാൽ മതി. It is an valuable tool for patient feedback without much effort. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഇതിനാണ് സഹായിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഹോസ്പിറ്റലുകളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലൂടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ സർവേ നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ ഇംപ്രൂവ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? നമ്മൾ ആദ്യം പഠിച്ച കാര്യങ്ങൾ തന്നെയും പിന്നെയും ആക്കി ഇതിൽ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഉറക്കം വരുന്നുണ്ടോ? ടൈം ആയതുകൊണ്ട് ഉറക്കം വരുന്നുണ്ടാവും, അല്ലെ? ഓക്കെ, അപ്പോ ഈ എന്താണ് വാല്യബിൾ ടൂൾ? വാല്യബിൾ ടൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനാണ് വാല്യബിൾ ടൂൾ എന്ന് പറയുന്നത്? എന്തിനാണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേനെ. ഓക്കെ, അപ്പൊ അത് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി പറയണോ മിസ് ആ പാരഗ്രാഫ്? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? നമ്മള് കഴിഞ്ഞ പാരഗ്രാഫിലൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പോർഷൻ നോക്കി. 5 reasons why you should measure patient satisfaction. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നതിന്റെ 5 റീസൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കി. To provide top-tier patient care services. എന്താണ്? ഉയർന്ന നിലവാരത്തിലുള്ള രോഗി പരിചരണ സേവനങ്ങൾ നൽകുന്നതിന്. അതാണ് ഫസ്റ്റ് റീസൺ. ഉയർന്ന നിലവാരത്തിലുള്ള രോഗി പരിചരണ സേവനങ്ങൾ നൽകുന്നതിന്. ഇനി രണ്ടാമത്തെ എന്താണ് റീസൺ? To measure hospital staff performance. സ്റ്റാഫുകളുടെ പെർഫോമൻസ് അളക്കാൻ വേണ്ടിയിട്ട്. അതാണ് രണ്ടാമത്തെ റീസൺ ആയിട്ട് പറയുന്നത്. ഇനി തേർഡ് റീസൺ നോക്കി. To know angry and miffed patients. ആംഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗ്രി എന്ന് പറഞ്ഞാല് ആംഗ്രി ദേഷ്യം, അല്ലെ? അതുപോലെ മിഫഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മൂഡ് ഓഫ് ആയിട്ടുള്ള മൂഡി പേഷ്യൻസ് ഉണ്ടാവുമല്ലോ. മൂഡ് ഓഫ് ആയിട്ടുള്ള പേഷ്യൻസിനെ അറിയാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്? ടു ഇംപ്രൂവ് പേഷ്യന്റ് കെയർ എക്സ്പീരിയൻസ്. പേഷ്യന്റ് കെയറിന്റെ അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്? ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ റേറ്റ്. എന്താണ് റിട്ടൻഷൻ? റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് റിട്ടൻഷൻ? ധാരണ. ഓക്കെ,
പേഷ്യൻസിന്റെ ധാരണ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? 5 റീസൺസ് ഇനി പറയണോ? ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? ഉയർന്ന നിലവാരത്തിലുള്ള രോഗി പരിചരണ സേവനങ്ങൾ നൽകുന്നതിന്, ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ പെർഫോമൻസ് അളക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ആംഗ്രി ആയിട്ടുള്ളതും മിസ്ഫഡ് അല്ലെ ഈ പേഷ്യൻസിനെയും അറിയാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ പേഷ്യൻസിന്റെ ധാരണ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 5 കാര്യങ്ങളാണ് നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് റീസൺ നോക്കിയേ, to provide top-tier patient care services. Measuring patient satisfaction helps the hospital ascertain the area of improvement and centers on to provide better patient care services. എന്താ പറയുന്നത്? രോഗികൾക്ക് ബെറ്റർ കെയർ കൊടുക്കുന്നതിന്, അതുപോലെ തന്നെ എന്താണ് അവർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങളിലും ഇംപ്രൂവ് ചെയ്യാനായിട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നതിന് ഉപകരിക്കുന്നുണ്ട് അല്ലെ. എന്താ പറഞ്ഞത്? രോഗികൾക്ക് ബെറ്റർ കെയർ കൊടുക്കാനും, അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങളിലും അത് ഇംപ്രൂവ് ചെയ്യിക്കാൻ, കൊടുക്കുന്ന സൗകര്യങ്ങളില് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നത് ഉപകരിക്കുന്നു അല്ലെ. രോഗികളുടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അവർ എത്ര സാറ്റിസ്ഫൈഡ് ആണ് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലുകളിൽ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അവർക്കൊക്കെ കൊടുക്കുന്ന സർവീസിൽ അവർ തൃപ്തരാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തിലൂടെയാണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിലൂടെയാണ്. ക്ലിയർ ആയില്ലേ? പിന്നെന്താണ് നെക്സ്റ്റ് സെന്റൻസ് നോക്കി, achieving a high level of satisfaction is directly depends on the high quality patient care services given by the team of specialized doctors and hospital staff. ഉയർന്ന നിലവാരത്തിലുള്ള സംതൃപ്തി കൈവരിക്കുന്നത് ഉയർന്ന നിലവാരത്തിലുള്ള പേഷ്യന്റ് കെയറിനെ ആശ്രയിച്ചിരിക്കുന്നു. എന്താ പറയുന്നത്? ഉയർന്ന നിലവാരത്തിലുള്ള സംതൃപ്തി കൈവരിക്കുന്നത് ഉയർന്ന നിലവാരത്തിലുള്ള പേഷ്യന്റ് കെയറിനെ ആശ്രയിച്ചിരിക്കുന്നു അല്ലെ. എന്താണ്? രോഗികൾക്കായാലും ഡോക്ടേഴ്സും നഴ്സുമാരുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന നല്ല സർവീസസ് ആണ്. എന്താണ്? സർവീസസ് ആണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന നഴ്സുമാരുടെ ആയാലും അതുപോലെ തന്നെ ഡോക്ടർമാരുടെ ആയാലും മറ്റ് സ്റ്റാഫുകളുടെ കയ്യിൽ നിന്നും ആ പേഷ്യൻസിന് ലഭിക്കുന്ന നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ള സർവീസ് ആണെങ്കിലാണ് ആര് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. നല്ല രീതിയിൽ ഇവിടെ ഹോസ്പിറ്റലുകളില് രോഗി പരിചരണം ലഭിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റൂല. ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ള സർവീസ് ആയിരിക്കണം രോഗികൾക്ക് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഇനി എന്താണ്? The entire staff must consider patients with warmness, from the receptionist who arrange the appointments, doctors providing the right treatment to nurses, take vital status vital status of the patient. Our spelling mistake in status. Okay. അപ്പൊ എന്താ പറയുന്നത്? നമ്മള് എന്താണ് സ്റ്റാഫുകള്, നേഴ്സിംഗ് സ്റ്റാഫുകള് നമ്മൾ ആരെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? പേഷ്യൻസിനെ നല്ല രീതിയിൽ കൺസിഡർ ചെയ്യണം അല്ലെ. എങ്ങനെയെല്ലാമാണ് കൺസിഡർ ചെയ്യേണ്ടത്? റിസപ്ഷനിൽ നിന്ന് അവർക്ക് അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടിയതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ എന്താണ്? കറക്റ്റ് ടൈമില് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലെ. ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് കണ്ട് ഡോക്ടറിൽ നിന്ന് നല്ല ട്രീറ്റ്മെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. പിന്നെന്താണ്? ടു ദ നഴ്സ് ടേക്ക് വൈറ്റൽ സ്റ്റാറ്റസ് ഓഫ് ദി പേഷ്യൻസ്. രോഗികളുടെ കയ്യിൽ നിന്ന് സുപ്രധാന സ്ഥിതി വിവര കണക്കുകള് നഴ്സുമാര് എടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് പേഷ്യൻസിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തൊക്കെയാണ്? റിസപ്ഷനിൽ നിന്ന് അപ്പോയിന്റ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കുക, ഡോക്ടറെ കണ്ട് നല്ല ട്രീറ്റ്മെന്റ് എടുക്കണം, അതുപോലെ തന്നെ എന്താണ് അതിന് സഹായിക്കാം, അതുപോലെ തന്നെ എന്താണ്
പേഷ്യൻസിന്റെ സ്ഥിതിവിവര സുപ്രധാനമായിട്ടുള്ള സ്ഥിതിവിവര കണക്കുകള് നഴ്സുമാരെടുക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗികളെ നല്ല രീതിയിൽ പരിചരിക്കാനായിട്ട് നഴ്സുമാർക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഫസ്റ്റ് റീസണില് വരുന്നത് ടു പ്രൊവൈഡ് ഡോക്ടറേറ്റ് പേഷ്യന്റ് കെയർ സർവീസിൽ വരുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കി ആ പാരഗ്രാഫ്. നിങ്ങളുടെ രീതിയിൽ വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നല്ല രീതിയിലുള്ള പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? പാരഗ്രാഫ് ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കി. What hospitals do to enhance patient care service? എന്താണ്? പേഷ്യന്റ് കെയർ വർദ്ധിപ്പിക്കാനായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് വൺ നോക്കി. Follow the correct way to diagnose the illness in time. എന്താണ്? കൃത്യസമയത്ത് തന്നെ ടെസ്റ്റുകൾ കണ്ടെത്തി ചെയ്ത് എന്താണ് രോഗം എന്നുള്ളത് കണ്ടെത്തി പറയണം, അല്ലെങ്കിൽ കണ്ടെത്തി കൊടുക്കുക. മനസ്സിലായോ? കറക്റ്റ് സമയത്ത് കൃത്യമായിട്ടുള്ള സമയത്ത് ടെസ്റ്റുകൾ കണ്ടെത്തി ചെയ്യുകയും ടെസ്റ്റുകൾ കണ്ടെത്തി ചെയ്തതിനു ശേഷം രോഗം എന്താണ് എന്നുള്ളത് കണ്ടെത്തി പറയണം. പിന്നെന്താണ്? ഇൻക്രീസ് ആൻഡ് ഇംപ്രൂവ് ആക്സസ് ടു ഫിസിഷ്യൻ. എന്താണ്? ടെസ്റ്റുകള് കണ്ടക്ട് ചെയ്തതിനു ശേഷം എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണാനായിട്ടുള്ള സൗകര്യങ്ങള് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, പിന്നെന്താണ്? റെക്കമെൻഡഡ് റൈറ്റ് ട്രീറ്റ്മെന്റ്, അല്ലെ? ശുപാർശ, അല്ലെ? റൈറ്റ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ശുപാർശ നടത്തുക. ഓഫർ കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് പ്ലാൻസ്. എല്ലാം ചിലവ് കുറഞ്ഞതായിട്ടുള്ള ട്രീറ്റ്മെന്റിന് ഏറ്റവും ചിലവ് കുറഞ്ഞ ട്രീറ്റ്മെന്റ് പ്ലാൻസുകള് വാഗ്ദാനം ചെയ്യുക. നമ്മൾ പറഞ്ഞിട്ടില്ലേ, എന്താണ് ഹോസ്പിറ്റൽസിൽ എന്താണ് ചിലവ് കുറഞ്ഞതായിട്ടുള്ള എന്താണ് ഇപ്പൊ ചിലര് കാണാൻ വരുമ്പോ ഡോക്ടറൊക്കെ കാണാൻ വരുമ്പോ അവര് ചിലവ് കുറഞ്ഞതൊക്കെ ആണെങ്കിൽ ചിലവ് കുറഞ്ഞ ഫീ, അല്ലെ? ഫീയും കാര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ നമ്മൾ അതേഴ്സിനോട് പറയാറുണ്ടല്ലേ. അതുപോലെ തന്നെ എന്താണ് ഇവിടെയും രോഗികൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകള് എന്ത് ചെയ്യണം? ചിലവ് കുറഞ്ഞതായിരിക്കണം. സാധാരണക്കാരനായാലും കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള, അല്ലെ? എല്ലാവരും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കുക. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചിലവ് കുറഞ്ഞതായിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻസ് ആയിരിക്കണം അവിടെ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെന്താണ്?
Provide quality care post discharge. ഡിസ്ചാർജിന് ശേഷവും ക്വാളിറ്റി കെയർ നൽകുക. ഇപ്പൊ എന്താണ്, ഒരു രോഗി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കുറച്ച് നാൾ ട്രീറ്റ്മെന്റ് ചെയ്തു, അതിനുശേഷം എന്താണ് രോഗിയെ ഡിസ്ചാർജ് ആക്കി. അതിനുശേഷവും ഡോക്ടർ പറയാറുണ്ടല്ലേ 2 ആഴ്ച കഴിയുമ്പോ വന്ന് കാണണം കേട്ടോ, അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോ വന്ന് കണ്ടോളൂ പറയാറില്ലേ? എന്തായിരിക്കാം, നല്ല രീതിയിൽ അയാളുടെ കണ്ടീഷനായോ അല്ലെങ്കിൽ അയാളുടെ രോഗം പൂർണ്ണമായിട്ട് മാറിയോ, സ്റ്റിച്ചൊക്കെ കറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാവാം എന്ത് ചെയ്യുന്നത്, അങ്ങനെ പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതൊക്കെയാണ് പേഷ്യന്റ് കെയർ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ് പറഞ്ഞത്? ഫോളോ ദ കറക്റ്റ് വേ ടു ഡയഗ്നോസ് ദ ഇൽനെസ് ഇൻ ടൈം. എന്താണ്, കൃത്യസമയത്ത് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്ത് രോഗം എന്താണെന്ന് കണ്ടെത്തി കൊടുക്കുക. അതുപോലെ ഇൻക്രീസ് ആൻഡ് ഇംപ്രൂവ് ആക്സസ് ടു ഫിസിഷ്യൻ. ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്തതിനു ശേഷം ഡോക്ടറെ കാണാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാട് കൊടുക്കണം. പിന്നെന്താണ്, റെക്കമെൻഡ് ദ റൈറ്റ് ട്രീറ്റ്മെന്റ് പ്ലാൻസ്. ട്രീറ്റ്മെന്റ് എന്താണ്, റൈറ്റ് ട്രീറ്റ്മെന്റിന് വേണ്ടിയതായിട്ടുള്ള ശുപാർശ നടത്തുക, റെക്കമെൻഡേഷൻസ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, ഓഫർ കോസ്റ്റ് ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് പ്ലാൻസ്. നമ്മൾ പറഞ്ഞില്ലേ, ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻസുകൾ വാഗ്ദാനം ചെയ്യുക, ഓഫർ ചെയ്യുക. അതുപോലെ എന്താണ്, പ്രൊവൈഡ് ക്വാളിറ്റി കെയർ പോസ്റ്റ് ഡിസ്ചാർജ്. ഡിസ്ചാർജിന് ശേഷവും ക്വാളിറ്റി കെയർ നൽകുക. ഓക്കെ, മനസ്സിലായോ? ഇനി നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് പറയട്ടെ. Implementing strategies to improve patient-centered care. ഇതുകൂടി പറഞ്ഞിട്ട് മിസ് നിർത്താട്ടോ, ബോറടിക്കുന്നുണ്ടോ? ഇതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം നമുക്ക്. Implementing strategies to improve patient-centered care. എന്താണ് ഈ patient-centered care ഇംപ്രൂവ് ചെയ്യാനായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടതായിട്ടുള്ള തന്ത്രങ്ങൾ നടപ്പിലാക്കുക. ഇതിനുള്ള കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് PDF വായിക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ പറയട്ടെ. ഫസ്റ്റ് വൺ എന്താണ്? ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്. എന്താണ്? കൃത്യസമയത്ത്, ചെറുതായിട്ടുണ്ടല്ലേ, ഓക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്. ഓക്കെ, കൃത്യസമയത്ത് രോഗനിർണയം നടത്തുക. ടൈംലി അല്ലേ, കൃത്യസമയത്തായിരിക്കണം രോഗനിർണയം നടത്തേണ്ടത്. ഇനി സെക്കൻഡ് വൺ എന്താണ്? ഇൻക്രീസ് ആക്സസ് ടു ഫിസിഷ്യൻ. പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് എത്തിക്കുക. പെട്ടെന്ന് തന്നെ ചെയ്യണം, ഡോക്ടറുടെ അടുത്തേക്ക് എത്തിക്കണം. പിന്നെന്താണ്? പ്രൊവൈഡ് കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ്സ് ആൻഡ് ക്വാളിറ്റി കെയർ. ചിലവ് കുറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യണം? ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ ക്വാളിറ്റി കെയർ നൽകണം. അല്ലെ, ഞാൻ പറഞ്ഞു സാധാരണക്കാരന് അതുപോലെ തന്നെയുള്ള എന്താണ്, എല്ലാവരും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണമെന്നില്ല. സാധാരണക്കാരനായാലും ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള രീതിയിലുള്ള കോസ്റ്റ് ആയിരിക്കണം വാഗ്ദാനം ചെയ്യേണ്ടത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ചിലവ് കുറഞ്ഞ രീതിയിൽ ട്രീറ്റ്മെന്റ് നടത്താനും അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള കെയറും അവിടെ പ്രൊവൈഡ് ചെയ്യണം. പിന്നെന്താണ്? ഗിവ് അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട്. എന്താണ് കൊടുക്കേണ്ടത്? നല്ല രീതിയിൽ സ്നേഹവും അതുപോലെ തന്നെ സപ്പോർട്ടും പിന്തുണയും രോഗിക്ക് പ്രൊവൈഡ് ചെയ്യണം. പിന്നെന്താണ്? റെഡ്യൂസ് അൺനെസസറി ഫോളോ അപ്പ് വിസിറ്റ്സ്. എന്താണ്? ആവശ്യമില്ലാത്ത ഫോളോ അപ്പ് കുറയ്ക്കുക. ഇത്തരം കാര്യങ്ങളാണ്, 5 കാര്യങ്ങളാണ് ഈ പേഷ്യന്റ് സെന്റേർഡ് കെയർ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? ഇതൊക്കെയാണ് പറഞ്ഞത്. കൃത്യസമയത്ത് രോഗനിർണയം നടത്തണം. അതുപോലെ തന്നെ എന്താണ്? പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് എത്തിക്കുക. അതുപോലെ ചിലവ് കുറഞ്ഞ രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുകയും നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ ലവും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യാം. ആവശ്യമില്ലാത്ത ഫോളോ അപ്പ് കുറയ്ക്കുക. ക്ലിയർ ആയോ? ഓക്കെ,
ഇത്രയും വരെ ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, താങ്ക് യു.